Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നത് ഊട്ടിയിലെ വ്യൂ പോയിൻ്റാണ്. പക്ഷേ ഇവിടെ ആർക്കും വരാൻ പറ്റത്തില്ല. കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മളെ ഗൂഗിൾ അമ്മച്ചി ചതിച്ചിവിടെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ഇവിടെ കയറിയതാണ്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു അന്യായ വ്യൂ ആണ് കേട്ടോ. പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കിട്ടില്ല. ഞാനിതാ ഇപ്പം വന്നിരിക്കുന്നത് ഊട്ടിയിലെ ഏറ്റവും അട്രാക്റ്റീവ് ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഊട്ടി ലേക്കിലോട്ടാണ്. ഞാനങ്ങനെ ബൈക്കൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇതാ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകുന്ന വഴി തന്നെ ഒത്തിരി കടകളും വാഹനങ്ങളും എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ എൻട്രൻസിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 15 രൂപയാണ്. ഞങ്ങളങ്ങനെ ഇതാ ഊട്ടി ലേക്കിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി അകത്ത് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ ഫസ്റ്റ് നമ്മുടെ ടിക്കറ്റിൽ സീല് വെച്ച് തരും. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്ത് ഈ ഊട്ടി ലേക്കിൻ്റെ അടുത്തായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ അവർ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ഥലത്തോട്ടൊക്കെ പോവാം. ഞങ്ങളെടുത്ത ടിക്കറ്റ് ജസ്റ്റ് നമുക്ക് ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയുള്ള പാസ് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഷോപ്പിങ്ങിനുള്ള കുറച്ച് കടകളുണ്ട്, പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഗെയിം സെക്ഷനുണ്ട്. പിന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ്. അത് കഴിഞ്ഞ് സൈഡിലോട്ട് നടക്കുമ്പോൾ കുറച്ചൊരു ഗാർഡൻ ഏരിയ പോലെ. അപ്പോൾ അവിടെ കൂടെ നമുക്ക് നടക്കാം, അവിടെ ഇരിക്കാം. കുറച്ച് വെയിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോഴാണ് നമ്മളെ ലേക്ക് വരുന്നത്. അപ്പോൾ ലേക്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഓരോ ഫ്ലോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടിങ്ങിൽ കയറാൻ വേണ്ടിയുള്ള. ബോട്ടിങ്ങിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ പെഡൽ ബോട്ടിന് 2 പേർക്കുള്ളത് 350 അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 350 അഡീഷണലായിട്ട് കൊടുക്കണം ഡെപ്പോസിറ്റ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 700 രൂപ കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരാൻ നേരത്ത് ബാലൻസ് അവർ 350 തിരിച്ച് തരും. അതെന്ന് പറയുന്നത് നമ്മൾ അരമണിക്കൂറിനാണ് 350. അപ്പോൾ നമ്മൾ കൂടുതൽ ടൈം എടുക്കുവാണെങ്കിൽ അത് ഈ ക്യാഷിൽ നിന്ന് കുറയും, നമ്മൾ ഡെപ്പോസിറ്റ് അടച്ചതെന്ന് കുറയും. പിന്നെ 4 പേർക്കാണെങ്കിൽ 450 ഡെപ്പോസിറ്റും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ 900 രൂപ അടയ്ക്കണം. ഞങ്ങളങ്ങനെ ബോട്ടിംഗ് ഒന്നും കയറാതെ ബോട്ടിംഗ് ഒക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മളങ്ങ് അറ്റത്തോട്ട് പോവുകയാണ്. അതിൻ്റെ അങ്ങ് അറ്റത്താണ് നമുക്ക് ഈ ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ കാണുന്ന അഡ്വഞ്ചർ റൈഡായിട്ടുള്ള സ്കൈ വീലിൽ കയറാൻ വേണ്ടി ഒരാൾക്ക് വരുന്നത് 70 രൂപയാണ്. പിന്നെ നമുക്കിതിൻ്റെ സൈഡിൽ നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. വേറെ ഒന്നുമല്ല, ആർക്കെങ്കിലും വാൾ വയ്ക്കാൻ തോന്നിയാൽ എല്ലാം നമ്മുടെ ദേഹത്ത് വീഴും. സോ ഞാൻ ഇവിടുന്ന് മാറുവാണ്. നിങ്ങൾക്ക് ബാക്കി ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാ കാറുണ്ട്, അതേപോലെ തന്നെ ട്രെയിന്, കൊച്ചുപിള്ളേർക്ക് കയറി ഇരുന്ന് കളിക്കാൻ വേണ്ടി ട്രെയിനുണ്ട്. പിന്നെ കുറേ ഗെയിമിംഗ് സെക്ഷനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടി മസാജറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ സെപ്പറേറ്റ് റേറ്റാണ് വരുന്നത്. പിന്നെ ഇതാ ഇലക്ട്രിക് കാറ്. അവിടെ നിന്ന് പിന്നും ഈ സൈഡിലോട്ട് വരാൻ നേരത്ത് കൊച്ചുപിള്ളേർക്ക് കയറാൻ വേണ്ടി ഹോഴ്സ് റൈഡ് വരെ ഉണ്ട്. ആ കാണുന്ന സ്ഥലത്ത് ഡ്രാഗൺ ഷിപ്പിൻ്റെയും റോപ്പ് ബ്രിഡ്ജിൻ്റെയൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ. സോ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അതിപ്പം കാണാനേ പറ്റത്തുള്ളൂ. ഏകദേശം ഒരു 1-2 മാസം കഴിഞ്ഞാലേ അത് ഓപ്പൺ ആവത്തുള്ളൂ. ഞങ്ങളങ്ങനെ ഊട്ടി ലേക്കിനോട് ബൈ പറഞ്ഞ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പൈൻ ഫോറസ്റ്റിലോട്ടാണ്. അങ്ങനെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകാൻ വേണ്ടി ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്.
ഫൈനലി നമ്മളിത് ആ പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നമുക്കിന്ന് ടിക്കറ്റ് എടുക്കാൻ പോകണം. ടിക്കറ്റ് മുഖ്യം ബിഗിലേ. ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടായാൽ പോലും ഇവിടെ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് പറഞ്ഞാൽ ആൾക്ക് 30 രൂപയാണ്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നെറ്റിൻ്റെ പ്രോബ്ലം കാരണം ഗൂഗിൾ പേ ഒന്നും വർക്ക് ആവത്തില്ല. സോ മാക്സിമം എല്ലാവരും കയ്യിൽ ക്യാഷ് കരുതുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റ്. കാരണം ഊട്ടി വന്നിട്ട് ഊട്ടി ലേക്ക്, പൈൻ ഫോറസ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എടുത്ത് പറയുന്നത്. അപ്പം പൈൻ ഫോറസ്റ്റ് അത്രയ്ക്ക് പോപ്പുലറായിട്ടുള്ളൊരു സ്ഥലമാണ് ഊട്ടിയിൽ. അതുമാത്രമല്ല ഇവിടെ ഒത്തിരി സിനിമകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും ഒരു കിടിലൻ സ്പോട്ടാണ്. പിന്നെ അത്യാവശ്യം നല്ല റഷുണ്ട്. പക്ഷെ നമുക്ക് ഇത്ര ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് ആ റഷ് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പോയത് ഈ ടൈമാണ്. ഇപ്പോഴത്തെ ടൈമിൽ ഒരു സീസൺ ടൈമേ അല്ല, എന്നിട്ട് പോലും നല്ല റഷാണ്. താഴത്തോട്ട് വരാൻ നേരത്ത് ഇവിടെ ഹോഴ്സ് സവാരിയും ഉണ്ട്. പിന്നെ നമ്മുടെ ഊട്ടി ലേക്കിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനും പറ്റും. പിന്നെ ഹോഴ്സ് സവാരി വരുന്നതെന്ന് ഒരു 1/2 കിലോമീറ്റർ അകത്തോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരും. അത്യാവശ്യം നല്ലൊരു ഹോഴ്സ് സവാരിയാണ്. ഞങ്ങളങ്ങനെ പൈൻ ഫോറസ്റ്റോട് വിട പറഞ്ഞിട്ട് അടുത്ത് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ 9th മൈൽ ഷൂട്ടിംഗ് സ്പോട്ടിലോട്ടാണ്. ഏകദേശം ഒരു 7 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. ഇതേപോലെ ഒരു കാട് ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവേണ്ടത്. ഞങ്ങളങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ കുറച്ച് കാട്ടുപോത്തിനെ കണ്ട്. ആ കാട്ടുപോത്തിന് ആയുസുള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ബസ്സുകാരൻ കറക്റ്റ് ഇടിച്ചേനെ. ഒരു വളവിൽ നിന്ന് കയറി വന്നതായതുകൊണ്ട് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല. ഞങ്ങളങ്ങനെ ഷൂട്ടിംഗ് സ്പോട്ടിലൊക്കെ എത്തി. ബൈക്കൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളിത് ആ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഫുഡ് സ്റ്റാളൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ച് കുരങ്ങന്മാരെ കാണുന്നത്. പൈൻ ഫോറസ്റ്റിൽ പോയിട്ട് പോലും നമ്മൾ കുരങ്ങന്മാരെ കണ്ടില്ല. ഇവിടെയാണ് ഒത്തിരി സിനിമകൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഷൂട്ടിംഗ് സ്പോട്ടെന്ന് പേര് വരാൻ കാരണം. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് പറഞ്ഞത് ഒരാൾക്ക് 30 രൂപയാണ്. ഏകദേശം ഊട്ടിയിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും ഏകദേശം 30 രൂപ തന്നെ വരുന്നത്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാൽ നമ്മുടെ ഇടുക്കിയിലെ മൊട്ടക്കുന്നിനെയാണ്. അതേപോലെയാണ് ഈ സ്ഥലവും കിടക്കുന്നത്, ഷൂട്ടിംഗ് സ്പോട്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പച്ചപ്പൊക്കെ അങ്ങ് ഉണങ്ങി വരണ്ട് കിടക്കുക. പിന്നെ നല്ല തിരക്കുണ്ട്. നമ്മളിങ്ങോട്ട് വരണ വഴിയിൽ കുറച്ച് വണ്ടികളെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച അധികം തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കും. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ അതിൻ്റെ ടോപ്പിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഒത്തിരി ദൂരമുണ്ട്. അതിൻ്റെ ടോപ്പിൽ എന്താണുള്ളതെന്ന് അറിയണം. പോകുന്ന വഴിയിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിലുള്ള എല്ലാ സ്ഥലവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞാനങ്ങനെ സൈഡിലോട്ട് നോക്കിയപ്പോൾ ആളുകൾ റീൽസൊക്കെ എടുക്കുക. അപ്പം ഞാൻ എൻ്റെ ഇരുന്ന സ്പീക്കർ എടുത്ത് പാട്ടൊക്കെ ഓണാക്കി ഒന്ന് വൈബാക്കി. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്നും ബൈ ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത സ്പോട്ടിലത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.